കാട്ടാൻ ആക്രമണത്തിൽ പരിക്കേറ്റയാൾ മരിച്ചു. വയനാട് കല്ലുമുക്ക് സ്വദേശി രാജുവാണ് മരിച്ചത്. കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു. വിവരങ്ങളുമായി അർജുൻ PS ചേരുകയാണ്. അർജുൻ, സംസ്ഥാനത്തുടനീളം പ്രത്യേകിച്ച് വയനാട് പോലെയുള്ള സ്ഥലങ്ങളിൽ വന്യമൃഗശല്യം രൂക്ഷമാകുന്ന ഒരു സാഹചര്യമുണ്ട്. പല സംഭവങ്ങൾ ഇതിനു മുമ്പേ അരങ്ങേറിയിട്ടുണ്ടെങ്കിൽ പോലും യാതൊരു നടപടിയും എടുത്തിട്ടില്ല എന്നുള്ള ആക്ഷേപം നിലനിൽക്കെയാണ് ഇപ്പോൾ ഒരു ജീവൻ കൂടി പൊലിഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തീർച്ചയായും ദേവിക, അതായത് വയനാടിനെ സംബന്ധിച്ചിടത്തോളം ചുറ്റുപാടും കാട് നിറഞ്ഞ പ്രദേശമാണ്. എന്നിരുന്നാൽ തന്നെയും ഈ വന്യമൃഗങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നത്, അതായത് നാട്ടിലേക്ക് ഇറങ്ങുന്നത് തടയുവാൻ ഇതുവരെയും സർക്കാരിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത. വലിയ രീതിയിൽ തന്നെ പ്രതിഷേധം ഉയരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഒരാളുടെ ജീവൻ കൂടി പൊലിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ഇയാളെ കാട്ടാന ആക്രമിച്ചത്. തുടർന്ന് ആശുപത്രി ബത്തേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും തുടർന്ന് സീരിയസ് ആയത് കാരണം പിന്നീട് കോഴിക്കോടേക്ക് എത്തിക്കുകയായിരുന്നു. തുടർന്ന് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കുകയാണ് ഇന്ന് ഏകദേശം 3:30 ഇദ്ദേഹം മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അത്തരത്തിൽ വലിയ ദുഃഖകരമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ വയനാട് മാറിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ബത്തേരി മാറിക്കൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹത്തിന് 2 മക്കളാണുള്ളത്. അത്തരത്തിൽ വലിയ പ്രയാസം അനുഭവിക്കുന്ന ഒരു കുടുംബമാണ്. ആ കുടുംബത്തിന്റെ ഒരു അത്താണിയാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വാഗേരിയിലടക്കം നമ്മൾ കണ്ടതാണ് കടുവയുടെ ആക്രമണത്തിൽ ഒരാൾ മരിക്കുന്നത്, ഒരു കർഷകൻ മരിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. അതിനു മുൻപ് തന്നെ ആ കാട്ടാനയുടെ ആക്രമണത്തിൽ മറ്റൊരാൾ മരിക്കുന്ന ഒരു കാര്യം കണ്ടിരുന്നു. മാത്രമല്ല പുതുശ്ശേരിയിൽ, മാനന്തവാടി പുതുശ്ശേരിയിൽ 1 വർഷം മുമ്പാണ് ഒരു കർഷകൻ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതായത് കടുവയുടെ ആക്രമണത്തിൽ ഒരു കർഷകൻ മരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇത്തരത്തിൽ നിരവധി ആക്രമണങ്ങൾ ഉണ്ടാവുകയും നിരവധി പേരുടെ ജീവൻ പൊലിയുകയും ചെയ്യുന്ന ഈ സാഹചര്യത്തിലും യാതൊരു വിധത്തിലുള്ള നടപടിയും സ്വീകരിക്കാത്തതിൽ വലിയ പ്രതിഷേധത്തിലാണ് നാട്ടുകാരുള്ളത്. അല്പസമയത്തിനകം തന്നെ ഇദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം വയനാട്ടിൽ എത്തിക്കുകയും സ്വവസതിയിൽ എത്തിക്കുകയും ചെയ്യുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ ദേവിക സൂചിപ്പിച്ചതുപോലെ തന്നെ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ വന്യമൃഗ ശല്യം എത്രയും പെട്ടെന്ന് തടയേണ്ടിയിരിക്കുന്നു. അത്തരത്തിലുള്ള ഒരു മാർഗം സർക്കാർ അല്ലെങ്കിൽ ഇവിടെയുള്ള ഭരണകൂടം സ്വീകരിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നാട്ടുകാരുടെ എല്ലാവരുടെയും തന്നെ ആവശ്യം. അതായത് നേരത്തെ തന്നെ കാട്ടാന അടക്കം പുറത്തേക്ക് ഇറങ്ങുന്നത് തടയുവാൻ വേണ്ടി ഫെൻസിംഗ് അടക്കമുള്ളത് ഉപയോഗിക്കണം എന്നുള്ളത് നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്. അതായത് ശാശ്വതമായ ഒരു ഫെൻസിംഗ് രീതി, റെയിൽ ഫെൻസിംഗ് രീതി അനുശാസിക്കുന്നുണ്ട്. പക്ഷേ യാതൊരു വിധത്തിലുള്ള നടപടിയും അതിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറെ വേദനിപ്പിക്കുന്ന കാര്യം. അതായത് ഇത്തരത്തിലുള്ള റെയിൽ ഫെൻസിംഗ് ഒക്കെ പകുതിയായി പൂർത്തിയാകാതിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കാട്ടിൽ നിന്നും നാട്ടിലേക്ക് ഈ ഇത്തരത്തിൽ വന്യമൃഗങ്ങൾ ഇറങ്ങുമ്പോൾ അതിനെ തുരത്തുവാനുള്ള ഒരു സംവിധാനം നമുക്കില്ല എന്നുള്ളത് അടക്കം വലിയ രീതിയിലുള്ള ഒരു വിഷമത അനുഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. നേരത്തെ തന്നെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ വാഗേരിയിൽ ഇത്തരത്തിൽ വലിയ ആക്രമണം ഉണ്ടായപ്പോൾ അത്തരത്തിൽ കടുവ ഇറങ്ങി ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ വനമന്ത്രി അടക്കമുള്ളവർ പറഞ്ഞിരുന്നത് ഇനി ഒരു ജീവൻ പൊലിയാതെ നോക്കുക എന്നുള്ളതാണ് സർക്കാരിന്റെ മുൻപിലുള്ള ദൗത്യം എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ വീണ്ടും ഒരാളുടെ കൂടി ജീവൻ പൊടിഞ്ഞിരിക്കുന്നു, ഇദ്ദേഹത്തിന്റെ ജീവൻ കൂടി പൊലിഞ്ഞിരിക്കുന്നു. അത്തരത്തിൽ വലിയ പ്രതിഷേധത്തിലാണ് ഇപ്പോൾ വയനാട്ടിലെ ജനങ്ങൾ ഉള്ളത്. ദേവിക. ശരി അർജുൻ, സമഗ്രമായ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു വയനാട് നിന്ന് അർജുൻ PS.